ആ ഹലോ ശ്രീനിവാസേട്ടാ, നിങ്ങളെവിടെയാ? ഞാൻ ഇവിടെ ടൗണിലുണ്ട്. അതെയോ? ആ ഞാനൊരു സംഭവം അറിഞ്ഞു. എന്താണ്? നമ്മളെ കമ്പനിക്കാരല്ലേ ആ ബാബു? ബാബു. ഓനെന്തോ വിഷം കഴിച്ചെന്നൊക്കെ പറഞ്ഞു. അയ്യോ, അതെപ്പോ? ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത്. നമുക്കൊന്ന് കാണാൻ പോയാലോ? അയ്യോ, അത് കാണാൻ പോകാൻ പറ്റുമോ? വേഗം പോകാം നമുക്ക്. ഞാൻ ഇന്നലെ നമ്മളെ ഗ്രൗണ്ടിന്റെ അടുത്തുണ്ടാവും, നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ കാണിച്ചു തരാം, ഉടനെ ഞാൻ വരാം. ഓക്കെ ഓക്കെ, ശരി എന്നാ. ഓക്കെ. ബാബു എവിടെ ഉണ്ടാകുക? ഇവിടെ ഉണ്ടാവും. ഞാൻ കുറച്ച് നേരത്തെ വിളിച്ചാ ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞത്. ആയിക്കോട്ടെ. അതാ ബാബുദാ കിടക്കണം. ബാബു, എന്താ? എന്താ ബാബു എന്നെ പറ്റി കേൾക്കണേ? ഈ വെറുതെ ഓരോരുത്തരോട് പഠിപ്പിക്കാനായിട്ട് നടക്കുക. കഷ്ടണ്ട് ഇത്. എനക്കെന്തേ പറ്റി ബാബു? എന്താ ബാബു? എന്താണ്? വാ വാ, ഇങ്ങോട്ട് വാ. ഇവിടെ പോയി ഇവിടെ ഇരി. എന്താണ്? ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞെടുക്കണ്ടല്ലോ എന്നെ പറ്റി. എന്താ അല്ലേ? അതൊന്നും പറയണ്ട, ഒരു കഥയാ. എന്നാൽ ആ കഥയൊന്ന് പറയും, ഞങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ. നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടില്ലേ? ഞാൻ ഇപ്പൊ കൈക്കോട്ടായി നടക്കുക. അതിന്റെ വിഷമത്തില് കുടിച്ച് നടക്കലാണ്. എന്റെ കൂടെ വിഷമം കുടിച്ചു. എന്ത് ജീവിക്കാനാ? അവിടെ എന്തൊക്കെയാ വിശേഷം? കുറെ കാലമായി കണ്ടിട്ട്. പിന്നെ നമ്മളെ വണ്ടി എന്നാ പോയിക്കോട്ടെ. ആയിക്കോട്ടെ. എന്തൊക്കെ വിചാരം എന്താ? ഈ സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ പരമസുഖം വിചാരം. എടോ, ഒരു സർക്കാർ ജോലി എന്നാണ് നീ എന്താ മനസ്സിലാക്കിയത്? ഞാനൊക്കെ ഒരാഴ്ച ഇവിടെയാണ്, ഒരാഴ്ച കാസർഗോഡ്, ഒരാഴ്ച തിരുവനന്തപുരത്ത്. നിനക്കാണ് നിത്യേന എൻ്റെ മക്കളെ കൂടെ ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക. ഞങ്ങളോ മക്കളെ കാണെങ്കിൽ മാസത്തിലോ 2 മാസം കൂടുമ്പോൾ എപ്പോഴെങ്കിലും ഒക്കെയാണ് വരുന്നത്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നീ നിന്നെക്കാട്ടി ഞങ്ങളെക്കാട്ടി നല്ല ജോലിയാണ് നിനക്കുള്ളത്. പോരാത്ത മേലുദ്യോഗസ്ഥന്മാരെ മുഴുവൻ കേൾക്കാം. അതാ ഇതാ പറഞ്ഞത്. എന്തിന് നീ ഇതേമാതിരി ഈ സംഗതി ചെയ്ത്? ഒന്ന് ആലോചിച്ചുകൂടെ? ഇത്ര ബുദ്ധിയൊക്കെ നിനക്കില്ലേ? ഒന്നുമില്ല, ഞങ്ങളൊന്ന് വിളിച്ചുകൂടെ? എന്നോട് ചോദിച്ചൂടെ? എങ്ങനെ ബുദ്ധിമുട്ടുണ്ട്? ഇതിന്റെ എല്ലാ പ്രാരാബ്ദങ്ങളും ഞങ്ങൾ പറഞ്ഞു തരൂല്ലായിരുന്നു? ഇതൊക്കെ ഇത് എങ്ങനെ സ്വന്തം കുടുംബത്തെ അനാഥയാക്കിയിട്ട് എന്ത് കിട്ടാനാണോ? ചെറിയ കുട്ടികളല്ലല്ലേ നിനക്ക്? അതിറ്റുള്ള കാര്യം ചിന്തിച്ചോ? അതുപോലെ ചിന്തിക്കാതല്ലേ നീ ആത്മഹത്യക്ക് ശ്രമിച്ചത്? ഇനിയെങ്കിലും ഈ പരിപാടി നിർത്തണം. നീയും നിവാമൊക്കെ ഒരേ രക്തബന്ധ. അത്രയ്ക്ക് സത്യത്തിൽ നമ്മൾ ജീവിക്കുന്നത്. പല പിതാവിന്റെ മക്കളാണെങ്കിൽ നമ്മൾ ഒരേ ജീവിതം നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇനി മേലാൽ ഇതുപോലുള്ള സംഗതി നീ ചെയ്യരുത് ഒരിക്കലും. എന്തുണ്ടെങ്കിലും കഷ്ടപ്പാട് ഞങ്ങളോട് പറയണം. പിന്നെ ഒരു കാര്യം, ഏത് ജോലിക്കും അതിന് അതിൻ്റെതായ ഒരു മാലിന്യമൊക്കെ ഉണ്ട്, മനസ്സിലായോ? ഏത് പണിയെടുക്കാനും അത് ആദ്യം മനസ്സിലാക്കണം. കൈക്കോട്ട് കൊത്തി ഒരു പണിയെടുക്കാൻ ചിലർ ബുദ്ധിമുട്ട്, ഒരു അനർത്ഥം അല്ല. ലോകരാഷ്ട്രങ്ങളിൽ അമേരിക്കയിൽ വരെ ഈ കൈക്കോട്ട് കൊത്താൻ ഇത് ആദരിച്ച് കൊണ്ടു നടക്കുന്നത്. എന്താ? അവരുണ്ടെങ്കിലേ ഈ നാട്ടിലെ ജനങ്ങൾ ഭക്ഷണം കഴിച്ച് ജീവിക്കുള്ളൂ. ഇതെല്ലാം ഞങ്ങൾ പോലെ സർക്കാർ ജോലി ഉണ്ടെങ്കിൽ ഇവിടെ പാവപ്പെട്ടവർ പട്ടിണി കടന്നു പോകും. പക്ഷെ അതല്ല, നമ്മൾ ആ സിദ്ധാന്തം നോക്കണം. നീ ഒരിക്കലും ഈ സംഗതി ആദ്യം തന്നെ ഞങ്ങളോട് പറയേണ്ടതായിരുന്നു. അത് നീ ചെയ്തില്ല. ഇനിയെങ്കിലും ആ മക്കളെ നോക്കി സുഖമായി ജീവിക്കുക. എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഏറ്റ്.